UDFന് ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിൽ പ്രചാരണവും ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസുകളും പോസ്റ്ററുകളും വാഹനജാഥയുമായി സ്ഥാനാർത്ഥികൾ പ്രചാരണം തകർക്കുമ്പോൾ ഒരു വശത്ത് പ്രചാരണത്തിൽ വ്യത്യസ്തത കൊണ്ടുവന്ന ജനഹൃദയം കീഴടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആരാണെന്നല്ലേ? പറഞ്ഞു വരുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ കുറിച്ചാണ്. ചില മണ്ഡലങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ചില നേതാക്കളെ മാത്രമായിരിക്കുമല്ലേ നമുക്ക് ഓർമ്മ വരിക. അത്തരത്തിൽ ഒരേയൊരു പേര് മാത്രം പതിറ്റാണ്ടുകളോളം ഉയർന്നു കേട്ട മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മണ്ഡലമുണ്ട്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലം. അരനൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി എന്ന ഒരേയൊരു നേതാവിനെ മാത്രം നിയമസഭയിലേക്ക് അയച്ച ചരിത്രമുള്ള മണ്ഡലമാണിത്. 2023 അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിക്കോട്ട കാത്തു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മൻ UDF സ്ഥാനാർത്ഥിയായി. പുതുപ്പള്ളിയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയ നേതാവിനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവുമെല്ലാം അതിന്റെ അങ്ങേയറ്റം തുറന്നു കാണിച്ച വൈകാരികമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇടത് സ്ഥാനാർത്ഥിയായ ജെയ്ക് സി തോമസിനെ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി ചാണ്ടി ഉമ്മൻ മണ്ഡലം കാത്തു. പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമെന്ന തന്റെ പിതാവിന്റെ റെക്കോർഡ് ചാണ്ടി ഉമ്മൻ തിരുത്തിക്കുറിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ വീണ്ടും പുതുപ്പള്ളി നിലനിർത്താനുള്ള ദൗത്യം ചാണ്ടി ഉമ്മനെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് UDF. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പുതുപ്പള്ളിയിൽ പ്രത്യയശാസ്ത്രപരമോ ആക്രമണോത്സുകമോ ആയ രാഷ്ട്രീയത്തിന് ഇടമില്ല. പകരം ജനങ്ങളിലേക്ക് ഇറങ്ങി വികസന തുടർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നവർക്കൊപ്പം നിൽക്കുന്ന ഒരുതരം വികാര പ്രകടനമാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകാറുള്ളത്. പൂർണ്ണമായും ഗ്രാമീണ സ്വഭാവം ഇല്ലെങ്കിലും നേതാക്കൾ ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം കാണുകയും ചെയ്യണമെന്നാണ് ഇവിടുത്തെ വോട്ടർമാരുടെ പ്രധാന ആഗ്രഹം. ഉമ്മൻചാണ്ടി എന്ന നേതാവ് 53 വർഷത്തോളം പുതുപ്പള്ളി മണ്ഡലത്തിൽ വെച്ചു പുലർത്തിയ പ്രവർത്തന രീതിയാണിത്. ഇതേ പാതയിൽ തന്നെയാണ് മകൻ ചാണ്ടി ഉമ്മനും. പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടർന്ന് ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാനാണ് ചാണ്ടി ഉമ്മന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ ഓടി നടന്ന പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന ചാണ്ടി ഉമ്മനെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇത്തവണ സൈക്കിളിലാണ് അദ്ദേഹം മണ്ഡലത്തിലെ ജനങ്ങളെ കാണുന്നത്. ഇതോടെ സാധാരണക്കാരുടെ വാഹനമായ സൈക്കിളിൽ പ്രചാരണം നടത്തുന്ന ഏക സ്ഥാനാർത്ഥി എന്ന പട്ടവും ചാണ്ടി ഉമ്മന് സ്വന്തം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന പഴശ്ശിരാജയിലെ മമ്മൂട്ടിയുടെ ഡയലോഗാണ് ചാണ്ടി ഉമ്മന്റെ ഈ പ്രചാരണ രീതികൾ കണ്ട് വോട്ടർമാർ തന്നെ പറയുന്നത്. സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കാൻ ആശാപ്രവർത്തകർക്കും ഹരിത സേനാംഗങ്ങൾക്കും സാരി വിതരണവും ജെൻസി വോട്ടർമാർക്കായി പുതുപ്പള്ളി മാരത്തോൺ, പുതുപ്പള്ളി ഫെസ്റ്റും തുടങ്ങിയ പരിപാടിയിൽ പങ്കാളിയായും പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തും ഉമ്മൻചാണ്ടിയുടെ പ്രചാരണങ്ങളെ ചാണ്ടി ഉമ്മൻ മറികടക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫ്ലെക്സുകളും ബാനറുകളും പോസ്റ്ററുകളും എല്ലാം ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ചാണ്ടി ഉമ്മന്റെ പ്രചാരണം എന്നത് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ചുവരെഴുത്ത് മാത്രമാണുള്ളത്. യുദ്ധഭീഷണിയിൽ വിലക്കയറ്റവും പാചകവാതക്ഷാമവും അടക്കം ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്താണ് പ്രചാരണങ്ങളിൽ ആർഭാടം ഒഴിവാക്കുന്നതെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സൈക്കിൾ റാലി, ജനസമ്പർക്ക യാത്ര തുടങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണമാണ് ലക്ഷ്യം വെക്കുന്നത്. ചെലവ് ചുരുക്കിയുള്ള പ്രചാരണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പുതുപ്പള്ളിയിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുമെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. പുതുപ്പള്ളിയിലെ ജനകീയ മുഖമായി ഇതിനകം തന്നെ ചാണ്ടി ഉമ്മൻ മാറിക്കഴിഞ്ഞു. എവിടെ എന്ത് നടന്നാലും അതിനെ ഉത്സവമാകട്ടെ, മരണമാകട്ടെ, മറ്റെന്തെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളാകട്ടെ, അവിടെ എല്ലായ്പ്പോഴും ഒരു MLA എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും ചാണ്ടി ഉമ്മൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് മാത്രമല്ല യുവതലമുറയ്ക്കും പരിചിതനാണ് ചാണ്ടി ഉമ്മൻ. ഈ ജനകീയത തന്നെയാണ് ചാണ്ടി ഉമ്മനെ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും UDF മണ്ഡലത്തിൽ വിജയമുറപ്പിക്കുന്നതിന്റെ കാരണവും. KM രാധാകൃഷ്ണനാണ് പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടി വികാരത്തിന് കുറവുണ്ടായാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. എന്നാൽ ആ വികാരം ഒരിക്കലും കുറയില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും വ്യക്തമായ ആധിപത്യമാണ് UDFനുണ്ടായത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല 53 വർഷം തുടർച്ചയായി ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ച പുതുപ്പള്ളി ചാണ്ടി ഉമ്മനെ കൈവിടില്ല എന്നതാണ് മറ്റൊരു സത്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.